കേന്ദ്ര ബജറ്റ് കേരളത്തിന് നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വലിയ ദുരന്തമുണ്ടായ വയനാടിന് വേണ്ടി പോലും ഒന്നും പ്രഖ്യാപിച്ചില്ല. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി തിരിച്ച് കോടതിയിൽ സമർപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ജില്ലയിൽ പട്ടയ വിതരണവും പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണെന്നും UDF അധികാരത്തിൽ വന്നാൽ നിലവിലുണ്ടാകുന്ന വിഷയങ്ങളിലെല്ലാം പരിഹാരമുണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണ്. BJP താല്പര്യമുള്ള സംസ്ഥാനങ്ങളോട് മാത്രം താല്പര്യം കാണിക്കുകയും BJP ഇതര സംസ്ഥാനങ്ങളോട്, ഇന്ത്യ ഇതര സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തോട് നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. 64 നിയമവുമായി ബന്ധപ്പെട്ട പട്ടയ വിതരണം തടഞ്ഞത് കുടിയേറ്റക്കാർക്ക് പട്ടയം കൊടുക്കുന്നതും കയ്യേറ്റക്കാർക്ക് പട്ടയം കൊടുക്കുന്നത് രണ്ടായി തിരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ശരിക്ക് ഗവൺമെന്റ് പറയേണ്ടിയിരുന്നത് കുടിയേറ്റക്കാർക്കാണ് പട്ടയം നൽകിയിരിക്കുന്നത് നിയമപരമായി. കയ്യേറ്റക്കാർക്ക് ആർക്കും പട്ടയം കൊടുത്തിട്ടില്ല. കയ്യേറ്റക്കാരുണ്ടാക്കിയിരിക്കുന്നത് വ്യാജ പട്ടയമാണ്. ആ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് സർക്കാരിന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗവും CPM-കാരായതുകൊണ്ട് അവരുടെ പേര് പുറത്തു വരും എന്നതുകൊണ്ടാണ് ഗവൺമെന്റ് അത് കോടതിയിൽ ഹാജരാക്കാതിരുന്നത്. അപ്പോൾ കുടിയേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും കയ്യേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു ഉറച്ച നിലപാട് ഗവൺമെന്റ് കോടതിയിൽ സ്വീകരിച്ചില്ല. ഒരുപാട് പട്ടയ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇടുക്കി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ പട്ടയം കൊടുക്കേണ്ടത് 10 ചെയിനിലെ പ്രശ്നങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ജെണ്ട ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചതാ. ഇപ്പൊ കൊടുക്കുന്നില്ല, എല്ലായിടത്തും പ്രശ്നമാണ്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങളെ കുറിച്ച് UDF-ന് കൃത്യമായ നിലപാടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാകും.